Dear students, welcome to Holy Trinity Educare. We are doing the remaining part of activities from Aesop's Fables. Activity 3, a story can be developed collectively. നമുക്ക് മൊത്തത്തിൽ ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ചേർന്ന് നമുക്കൊരു സ്റ്റോറി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. Let's participate in the act of developing a story based on the answers to a few questions. നമുക്ക് ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാം ബേസ്ഡ് ഓൺ ദ ആൻസേഴ്സ് ടു എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ചില ചോദ്യങ്ങളുടെ ആൻസേഴ്സ് വെച്ചിട്ട് നമുക്കൊരു കഥ ഡെവലപ്പ് ചെയ്യാം. So the first question, the story is about a king and a queen. അപ്പം ഈ ഒരു കഥ ഒരു രാജാവിനെയും രാജ്ഞിയെയും കുറിച്ചാണ്. Where did they live? അവരെവിടെയാണ് ജീവിച്ചത്? അപ്പോൾ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇൻ എ കാസിൽ, ഇൻ എ പാലസ്, ഇൻ എ മാൻഷൻ, ഇൻ എ സ്റ്റേറ്റ്ലി ഹോം. കാസിൽ മീൻസ് കോട്ട, പാലസ് കൊട്ടാരം, മാൻഷൻ എന്ന് വെച്ചാൽ വലിയ വീട്, സ്റ്റേറ്റ്ലി ഹോം എന്ന് പറഞ്ഞാൽ വലിയൊരു വീട്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ദ കിങ് ആൻഡ് ദ ക്വീൻ ഹാഡ് എ ഡോട്ടർ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരു മകളുണ്ടായിരുന്നു. വാട്ട് വാസ് എ നെയിം? അവളുടെ പേര് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പേരെടുത്താൽ മതി. ജെയിൻ, കല്യാണി, ഗൗരി, റാബിയ, ടീന. ഹൗ ഡിഡ് ഷീ ലുക്ക് ലൈക്ക്? അവൾ എങ്ങനെ ഇരുന്നു? അവൾ പ്രിറ്റി ആയിരുന്നോ, സുന്ദരി ആയിരുന്നോ? നമുക്ക് വേണമെങ്കിൽ അഗ്ലി എടുക്കാം. അഗ്ലി എന്ന് വെച്ചാൽ വൈരൂപ്യമുള്ള. ഗോർജിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സുന്ദരിയായ. ബ്യൂട്ടിഫുൾ, പ്രിറ്റി, സ്ലിം. സ്ലിം എന്ന് വെച്ചാൽ മെലിഞ്ഞ. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം. വാട്ട് വാസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പ്രിൻസസ്? പ്രിൻസസിൻ്റെ മനോഭാവം എന്തായിരുന്നു? അപ്പോൾ ഓൾവേസ് സാഡ്, എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന. ഹാപ്പി, ഗ്ലൂമി എന്ന് പറഞ്ഞാലും ദുഃഖിച്ചിരിക്കുന്ന. ലൈവ്ലി മീൻസ് ആക്റ്റീവ്. ദ ക്വീൻ ഓഫേർഡ് സംതിങ് ആസ് എ റിവാർഡ്. അപ്പോൾ റിവാർഡായിട്ട് ഒരു കാര്യം ഓഫർ ചെയ്തു. വാട്ട് വാസ് ഇറ്റ്? എന്താണ് സമ്മാനമായിട്ട് ക്വീൻ ഓഫർ ചെയ്തത്? എ റിങ്, ഗോൾഡ് കോയിൻസ്, സാക്ക് ഓഫ് റൈസ്. അപ്പോൾ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. റിങ് ആണ്, ഗോൾഡ് കോയിൻ, സ്വർണ്ണ നാണയങ്ങൾ, സാക്ക് ഓഫ് റൈസ്, ഒരു ചാക്ക് അരി. ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. വാട്ട് ഡിഡ് ദ മ്യൂസിഷ്യൻ പ്ലേ ഓൺ? മ്യൂസിഷ്യൻ എന്താണ് പ്ലേ ചെയ്തത്? ഏത് ഇൻസ്ട്രുമെൻ്റാണ് പ്ലേ ചെയ്തത്? അപ്പം ഫ്ലൂട്ട്, ഗിറ്റാർ, ഹാർമോണിയം ഓർ പിയാനോ. അപ്പോൾ ഏത് ഇൻസ്ട്രുമെൻ്റ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. കാരണം അവൾ ദുഃഖിതയായിരുന്നു. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പലരെയും വിളിച്ചു, മ്യൂസിഷ്യൻസിനെ വിളിച്ചു. വാട്ട് ഡിഡ് ദ ഫെയറി ആൻഡ് ദ ജോക്കർ ഡു? ഫെയറിയും ജോക്കറും എന്താണ് ചെയ്തത്? ഫെയറി എന്ന് വെച്ചാൽ ദേവത, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഇൻ എ ഫെയറി ടെയിൽ. ഫെയറി ടെയിലിലെ ഒരു ക്യാരക്ടറാണ്. ഫെയറി കാസ്റ്റ് എ മാജിക് സ്പെൽ. ഇപ്പോൾ ഫെയറി ഒരു മാജിക് സ്പെൽ, മന്ത്രം, അവിടെ ഒരു മന്ത്രവാദ ശക്തി ഉപയോഗിച്ചു. ബ്ലസ്ഡ് ഹർ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അവളെ ബ്ലസ് ചെയ്തു. ജോക്കർ ടോൾഡ് ജോക്സ്, ഡിഡ് എ സോമർസോൾട്ട്. അപ്പം ജോക്കർ തമാശ പറഞ്ഞു, അല്ലെങ്കിൽ ഡിഡ് എ സോമർസോൾട്ട്. സോൾട്ട് എന്ന് വെച്ചാൽ തലകുത്തി മറിയുക. അപ്പം അദ്ദേഹം ഒരു തലകുത്തി മറിയൽ നടത്തി. There was a young man in the story. What was he? അപ്പോൾ ഇതിൽ ഒരു യങ് മാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ആരായിരുന്നു? എ ടീച്ചറാകാം, എ മ്യൂസിഷ്യൻ ഓർ എ റെസ്ലർ, ഗുസ്തിക്കാരൻ. 8th question, the boy in the story had a pet. What was it? അപ്പോൾ അവന് ഒരു ഓമന വളർത്തുമൃഗമുണ്ടായിരുന്നു. അത് ഏത് മൃഗമായിരുന്നു? ഇപ്പോൾ എ ക്യാറ്റ്, എ ഡോഗ്, എ സ്ക്വിറൽ, എ പാരറ്റ് ഓർ എ ബയർ. വാട്ട് ഹാപ്പൻഡ് വെൻ ദ പ്രിൻസസ് saw the pet? ആ പെറ്റിനെ കണ്ടപ്പോൾ, ആ വളർത്തുമൃഗത്തെ കണ്ടപ്പോൾ പ്രിൻസസിന് എന്ത് തോന്നി, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു? ഹാപ്പി, സാഡ്, ഫ്രൈറ്റൻഡ്, എക്സൈറ്റഡ്. സന്തോഷമായി, പേടിച്ചു. എക്സൈറ്റഡ്, അമിത ആവേശമായി. ഹൂ വൺ ദ പ്രൈസ്? ആർക്കാണ് പ്രൈസ് കിട്ടിയത്? For the cat, the dog, the squirrel, the parrot, the bear or no one. അപ്പോൾ ആർക്കാണ് പ്രൈസ് കിട്ടിയത്? അത് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. So we are writing the story.
അപ്പോൾ അവർ ജീവിച്ചത് വേർ ഡിഡ് ദേ ലിവ്, അപ്പോൾ അവർ ജീവിച്ചത് ഒരു കാസിലാണ്. നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ പാലസ് ആണെങ്കിൽ പാലസ്, മാൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഥ എഴുതാം. ഒറ്റ രീതിയിലല്ല. അപ്പം ഇതിനകത്ത് നമ്മൾ തന്നിരിക്കുന്നത് ഒറ്റ രീതിയിലാണ്, ഇപ്പം തരുന്നത് ഒറ്റ രീതിയിലാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതുമ്പം ഏത് ഓപ്ഷൻ വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ കഥകൾ എഴുതാനായിട്ട് സാധിക്കും, ഈ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട്. The king and the queen had a daughter name. The king and the queen had a daughter, her name was Jane. Next sentence, she was beautiful. അപ്പോൾ അതിന് പകരം she was gorgeous എന്ന് പറയുകയാണെങ്കിൽ she was slim and pretty എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. So what is the attitude of the princess? She was always sad, always gloomy എന്നും പറയാം, always sad. അവളെപ്പോഴും ദുഃഖിച്ചിരുന്നു. The queen offered something as a reward. What was it? അപ്പോൾ റിവാർഡ് എന്തായിരുന്നു, സമ്മാനം എന്തായിരുന്നു? The queen offered a golden ring as a reward for those who make her happy. അപ്പോൾ ഈ കുട്ടി സന്തോഷവതിയല്ലായിരുന്നു, പ്രിൻസസ്സിന് ദുഃഖമായിരുന്നു എപ്പോഴും. അപ്പോൾ അവളെ സന്തോഷിപ്പിക്കുന്നവർക്ക് ഈ ഒരു ഗോൾഡൻ റിങ്, സ്വർണ്ണ മോതിരം കൊടുക്കാമെന്ന് ക്വീൻ വാഗ്ദാനം ചെയ്തു. വാട്ട് ഡിഡ് ദ മ്യൂസിഷ്യൻ പ്ലേ ഓൺ? മ്യൂസിഷ്യൻ എന്താണ് വായിച്ചത്, പ്ലേ ചെയ്തത്? ദ മ്യൂസിഷ്യൻ പ്ലേഡ് ദ ഫ്ലൂട്ട്. അപ്പോൾ ഫ്ലൂട്ടാണ്, ഓടക്കുഴലാണ് മ്യൂസിഷ്യൻ വായിച്ചത്. വാട്ട് ഡിഡ് ദ ഫെയറി ആൻഡ് ദ ജോക്കർ ഡു? ഫെയറി കാസ്റ്റ് എ മാജിക് സ്പെൽ ആൻഡ് ജോക്കർ ക്രാക്ഡ് ജോക്സ്. ഫെയറി ഒരു മന്ത്രശക്തി കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തു. ആൻഡ് ദ ജോക്കർ ക്രാക്ഡ് ജോക്സ്. അപ്പോൾ ഈ ജോക്കർ തമാശകൾ പറഞ്ഞു. There was a young man in the story. What was he? അവൻ ആരായിരുന്നു? What was he എന്ന് വെച്ചാൽ അവൻ ആരായിരുന്നു? ഒരു യങ് മാൻ ഉണ്ടായിരുന്നു. അവൻ ആരായിരുന്നു? അവൻ്റെ ജോലി എന്തായിരുന്നു? ടീച്ചർ, മ്യൂസിഷ്യൻ, എ റെസ്ലർ. അപ്പോൾ there was a young musician. അപ്പോൾ he was a young musician. അദ്ദേഹം സംഗീതജ്ഞനായിരുന്നു. The boy in the story had a pet. What was it? അപ്പോൾ ആ ബോയ്, സ്റ്റോറിയിലെ ആ ബോയ്ക്ക് ഒരു പെറ്റുണ്ടായിരുന്നു, ഒരു വളർത്തുമൃഗമുണ്ടായിരുന്നു. അത് ഏത് മൃഗമായിരുന്നു? ഇപ്പോൾ ക്യാറ്റാണോ, സ്ക്വിറലാണോ, പാരറ്റാണോ? അപ്പം ഇറ്റ് വാസ് എ ബെയർ വാസ് ദ പെറ്റ് ഓഫ് ദ യങ് മ്യൂസിഷ്യൻ. അപ്പം ബെയർ എന്ന് വെച്ചാൽ കരടിയായിരുന്നു അവൻ്റെ പെറ്റ്. വാട്ട് ഹാപ്പൻഡ് വെൻ ദ പ്രിൻസസ് സോ ദ പെറ്റ്? അപ്പോൾ ഈ വളർത്തുമൃഗത്തെ കണ്ടപ്പോൾ, ഈ കരടിയെ കണ്ടപ്പോൾ പ്രിൻസസ്സിന് എന്ത് ഫീലിംഗ് ഉണ്ടായി? വാട്ട് ഹാപ്പൻ, എന്ത് സംഭവിച്ചു? അപ്പം ഹാപ്പി ആയോ, സാഡായോ, പേടിച്ചോ, എക്സൈറ്റഡ് ആയോ? അപ്പം ദ പ്രിൻസസ് വാസ് ഹാപ്പി, പ്രിൻസസ്സിന് സന്തോഷമുണ്ടായി. ഹൂ വൺ ദ പ്രൈസ്? ആർക്കാണ് പ്രൈസ് കിട്ടിയത്? ദ ക്യാറ്റ്, ദ ഡോഗ്, ദ സ്ക്വിറൽ, ദ പാരറ്റ്, ദ ബെയർ. നോ വൺ. ദ ബെയർ വൺ ദ പ്രൈസ്. അപ്പം ഗോൾഡൻ റിങ് കിട്ടിയത് ആ ഒരു കരടിക്കായിരുന്നു. ജെയിൻ ആൻഡ് ദ ബെയർ. നമ്മൾ ആ സ്റ്റോറി ഒന്ന് പൂർണ്ണരൂപമാക്കിയിരിക്കുകയാണ്. വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ കിങ് ആൻഡ് എ ക്വീൻ. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു രാജാവും രാജ്ഞിയും ജീവിച്ചിരുന്നു. ദേ ലിവ്ഡ് ഇൻ എ ലവ്ലി ഗോൾഡൻ കാസിൽ. അവരൊരു കോട്ടയിലാണ്, ഒരു സ്വർണ്ണ കോട്ടയിലാണ്, മനോഹരമായ സ്വർണ്ണ കോട്ടയിലാണ് താമസിച്ചിരുന്നത്. ദേ ഹാഡ് എ വെരി ബ്യൂട്ടിഫുൾ ഡോട്ടർ നെയ്മഡ് ജെയിൻ. അപ്പോൾ അവൾക്ക് ഒരു സുന്ദരിയായ, അതീവ സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് ജെയിൻ എന്നായിരുന്നു. ബട്ട് ജെയിൻ വാസ് ഓൾവേസ് അൺഹാപ്പി. അപ്പോൾ ജെയിൻ എപ്പോഴും ദുഃഖിതയായിരുന്നു. നോബഡി ന്യൂ വൈ ഷീ വാസ് സാഡ്. എന്തുകൊണ്ട് അവൾ ദുഃഖിതയായിരുന്നു ആർക്കും അറിയത്തില്ലായിരുന്നു. ഷീ നെവർ ലാഫ്ഡ് ഓർ സ്മൈൽഡ്. ഒരിക്കലും ചിരിച്ചില്ല, അവൾ പുഞ്ചിരിച്ചില്ല. ബോത്ത് ദ കിങ് ആൻഡ് ദ ക്വീൻ വെർ ക്വൈറ്റ് വെറീഡ് അബൌട്ട് ദെയർ ഡോട്ടർ. അപ്പം രണ്ടുപേരും വളരെയധികം ദുഃഖിതരായിരുന്നു ഈ ഒരു ഡോട്ടറിൻ്റെ ഈ അവസ്ഥ കാരണം. വൺ ഡേ ദ ക്വീൻ ഓഫേർഡ് എ ഗോൾഡൻ റിങ് ടു ദ പേഴ്സൺ ഹൂ കുഡ് മേക്ക് ഹർ ഹാപ്പി. അപ്പം ഒരിക്കൽ ക്വീൻ ഓഫർ ചെയ്തു എ ഗോൾഡൻ റിങ്, ഒരു സ്വർണ്ണ മോതിരം. ആരാണോ ഇവളെ സന്തോഷവതിയാക്കുന്നത് അവർക്ക് ഒരു ഗോൾഡൻ റിങ് ക്വീൻ ഓഫർ ചെയ്തു. എ മ്യൂസിഷ്യൻ കെയിം ആൻഡ് പ്ലേഡ് ദ ഫ്ലൂട്ട്. അപ്പോൾ അങ്ങനെ ഒരു
മ്യൂസിഷ്യൻ ഇവിടെ സന്തോഷിപ്പിക്കാനായി ഫ്ലൂട്ട് വായിച്ചു, ഒരു ഓടക്കുഴൽ വായിച്ചു. എ ഫെയറി കാസ്റ്റ് എ മാജിക് സ്പെൽ, ഒരു ദേവത വന്നിട്ട് ഒരു മാജിക് സ്പെല്ല്, ഒരു മന്ത്രശക്തി കാണിച്ചു. ആൻഡ് എ ജോക്കർ കെയിം ആൻഡ് ക്രാക്ട് ജോക്സ്, ഒരു തമാശക്കാരൻ വന്നിട്ട് തമാശ പറഞ്ഞു. ബട്ട് നൺ ഓഫ് ദം കുഡ് മേക്ക് ഹർ സ്മൈൽ ഓർ ലാഫ്, അവളെ കൊണ്ട് ചിരിപ്പിക്കാനോ പുഞ്ചിരിപ്പിക്കാനോ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. ആസ് ഡേയ്സ് പാസ്ഡ് എ യങ് മ്യൂസിഷ്യൻ കെയിം ടു വർക്ക് അറ്റ് ക്വീൻസ് കാസിൽ, അപ്പോൾ ഒരു യങ് മ്യൂസിഷ്യൻ അവിടെ ജോലി ചെയ്യാനായിട്ട് രാജ്ഞിയുടെ കോട്ടയിൽ വന്നു. ഹി വാസ് അക്കമ്പനീഡ് ബൈ ഹിസ് ലിറ്റിൽ ബെയർ, ഒരു ചെറിയ കരടി അവനോടൊപ്പം അക്കമ്പനി ചെയ്തിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. ദ ബെയർ വാസ് എക്സ്ട്രാ ഓർഡിനറിലി ബ്രില്യൻറ്റ് ആൻഡ് ഹി ക്യാപ്ചേർഡ് എവറി വൺസ് ഹാർട്ട്. അപ്പോൾ ആ ഒരു ലിറ്റിൽ ബെയർ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു, അത് എല്ലാവരുടെയും അറ്റൻഷൻ, ഹൃദയം അവനിലേക്ക് അടുപ്പിച്ചു, ക്യാപ്ചർ ചെയ്തു, പിടിച്ചെടുത്തു. വൺ ഡേ വൈൽ ജെയിൻ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ബാൽക്കണി ഓഫ് ദ കാസിൽ, ഒരു ദിവസം ജെയിൻ ആ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു, കൊട്ടാരത്തിൻ്റെ. ഷീ ഹാപ്പൻ ടു സീ ദ ബെയർ, അങ്ങനെ ആ ബെയറിനെ കാണാനിടയായി. ഷീ വാസ് ഹാപ്പി ടു സീ ദ ബെയർസ് പ്രാങ്ക്സ്, ഈ ബെയറിൻ്റെ പ്രാങ്ക്സ്, സൂത്രവിദ്യകൾ, ഓട്ടം ചാട്ടം അങ്ങനെയുള്ള വിദ്യകളൊക്കെ കണ്ടപ്പം അവൾക്ക് സന്തോഷമായി. ഷീ സ്റ്റാർട്ടഡ് ടു ലാഫ് ഹോൾ ഹാർട്ടഡ്ലി, അവൾ ഹൃദയം തുറന്ന് ചിരിക്കാൻ തുടങ്ങി. ദ ക്വീൻ വാസ് ഹാപ്പി ടു സീ ഹെർ ഡോട്ടർ ലാഫ്, അവളുടെ മകൾ ചിരിക്കുന്നത് കണ്ടപ്പോൾ രാജ്ഞിക്കും സന്തോഷമായി. ഷീ കെപ്റ്റ് ഹെർ പ്രോമിസ്, അവളുടെ വാഗ്ദാനം പാലിച്ചു. ബൈ റിവാർഡിങ് ദ ബെയർ വിത്ത് എ ഗോൾഡൻ റിങ്, അങ്ങനെ ആ ഒരു കരടിക്ക് ആ ഗോൾഡൻ റിങ് സമ്മാനിക്കുന്നു. A story is given in jumbled order. Rewrite the story in correct sequence. ഇപ്പോൾ ജംബിൾഡ് ഓർഡറിൽ ഒരു സ്റ്റോറി തന്നിരിക്കുകയാണ്, അത് കറക്റ്റാക്കി എഴുതുക. അപ്പോൾ അത് കറക്റ്റായ ഒരു കോപ്പിയാണ് തന്നിരിക്കുന്നത്. വൺസ് ദർ ലിവ്ഡ് 3 ലിറ്റിൽ പിഗ്സ്, അപ്പം 3 ലിറ്റിൽ പിഗ്സ് ജീവിച്ചിരുന്നു. ദ ഫേസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് പിഗ്സ് വെയർ ലേസി, ഒന്നാമത്തെയും രണ്ടാമത്തെയും പിഗ്സ് വളരെ മടിയരായിരുന്നു. ദേ ബിൽഡ് ദെയർ ഹൗസസ് വെരി ക്വിക്ക്ലി വിത്ത് സ്ട്രോ, അവർ കച്ചി കൊണ്ടാണ് വീടുണ്ടാക്കിയത്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റി. തേർഡ് പിഗ് വർക്ക്ഡ് ഹാർഡ് ഓൾ ഡേ ആൻഡ് ബിൽറ്റ് ഹിസ് ഹൗസ് സ്ട്രോങ് വിത്ത് ബ്രിക്സ്, അവൻ മൂന്നാമത്തെ പന്നി അവൻ കട്ട കൊണ്ടാണ് വീട് കെട്ടിയത്. എ big bad wolf saw the first and second pigs and he decided to make a meal of them. അപ്പോൾ ഒരു വൂൾഫ്, ചെന്നായ ഈ ആദ്യത്തെയും രണ്ടാമത്തെയും പിഗ്സിനെ കാണുന്നു, അവരെ തിന്നാനായിട്ട് തീരുമാനിച്ചു. Even though the pigs tried to hide in their house, the wolf blew it down in minutes. അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് അവർ ഓടിക്കയറി, അവർ കച്ചി കൊണ്ടുള്ള വീട്ടിൽ. പക്ഷേ ഈ വൂൾഫ് അതിനെ ഊതി പറത്തി കളഞ്ഞു. നൗ ദ 2 ലിറ്റിൽ പിഗ്സ് വെർ ടെറിഫൈഡ്, അവർ പേടിച്ചു പോയി. ദേ റാൻ ടു ദ തേർഡ് പിഗ്സ് ഹൗസ്, മൂന്നാമത്തെ പിഗിൻ്റെ വീട്ടിലേക്ക്, കട്ട കൊണ്ടുള്ള വീട്ടിലേക്ക് കയറി. ദ വൂൾഫ് ട്രൈഡ് ടു ഹഫ് ആൻഡ് പഫ് ദ ഹൗസ് ഡൗൺ, വൂൾഫ് ആ വീട് ഊതി പറത്തി കളയാനൊക്കെ ശ്രമിച്ചെങ്കിലും ബട്ട് ഹീ കുഡ് നോട്ട്, ഹീ ഡൈഡ് ഇൻ ദ അറ്റംപ്റ്റ്, ആ ഒരു അറ്റംപ്റ്റിൽ അവൻ ചത്തുപോകുന്നു. The 2 little pigs now felt sorry for being lazy. അപ്പോൾ അത്രയും ലേസി ആയതിൽ അവർ ഖേദിക്കുന്നു. They too built their houses with bricks and lived happily ever after. അവരും കട്ട കൊണ്ട് വീട് കെട്ടി സന്തോഷത്തോടെ ജീവിക്കുന്നു. Activity 6. Look at the picture and complete the story. ഈ പിക്ചർ കണ്ടിട്ട് സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യണം. One morning a fox was walking through the woods. അപ്പം കാട്ടിലൂടെ നടക്കുകയായിരുന്നു ഒരു കുറുക്കൻ ഒരു രാവിലെ. He was looking for something tasty to eat. അപ്പോൾ അവൻ ഇങ്ങനെ രുചിയുള്ളത് എന്തെങ്കിലും കഴിക്കാനായിട്ട് നടക്കുകയായിരുന്നു. Soon his nose picked up a scent. പെട്ടെന്ന് അവനൊരു മണം കിട്ടി. എ സെൻറ്റ് ഓഫ് സംതിങ് വെരി സ്വീറ്റ്, നല്ല മധുരമുള്ള എന്തിൻ്റെയോ മണമാണ് കിട്ടിയത്. ഹീ സ്റ്റുഡ് സ്റ്റിൽ ആൻഡ് സ്നിഫ്ഡ് ദ എയർ, അവന് അനങ്ങാതെ നിന്നിട്ട് ആ എയർ മണപ്പിച്ചു നോക്കി. ദ ഫോക്സ് ഡിഡൻറ്റ് ഹാവ് ടു വെയിറ്റ് ലോങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. ഫോക്സ് ഡിഡൻറ്റ് ഹാവ് ടു വെയിറ്റ് ലോങ്, ഒത്തിരി ഒന്നും കാത്തിരിക്കേണ്ടി വന്നില്ല.
ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. അവൻ പെട്ടെന്ന് തന്നെ എന്തായിരുന്നു ഇതെന്ന് കണ്ടുപിടിച്ചു. എ ക്രോ വാസ് സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് ഹൈ അപ്പ് ഇൻ എ ട്രീ. അപ്പോൾ ഒരു ഉയരത്തിലുള്ള ഒരു ബ്രാഞ്ചിൽ ഒരു കാക്കയിരിക്കുകയായിരുന്നു. ആൻഡ് ഇൻ ഇറ്റ്സ് ബീക്ക് വാസ് എ ബിഗ്ഗസ്റ്റ് പീസ് ഓഫ് ചീസ് ഹി ഹാഡ് എവർ സീൻ. അപ്പോൾ അദ്ദേഹം ഇവൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചീസിൻ്റെ ഒരു പീസുമായിട്ട് കാക്ക ഇരിക്കുകയാണ് ഒരു കൊമ്പിൽ. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഹി തോട്ട് ഫോർ എ വൈൽ. കുറച്ച് നേരം ചിന്തിച്ചു. സൂൺ ആൻ ഐഡിയ സ്ട്രക്ക് ഹിം. പെട്ടെന്നൊരു ഐഡിയ അവന് കിട്ടി. ഹി ഡിസൈഡഡ് ടു ഫ്ലാറ്റ് ദ ക്രോ ആൻഡ് ദെയർഫോർ ബിഗാൻ ടു പ്രൈസ് ഹിം. അപ്പോൾ ഇവനെ മുഖസ്തുതി പറഞ്ഞ് ഈ കാക്കയെ വീഴ്ത്താനായിട്ട് അവൻ തീരുമാനിച്ചു. അങ്ങനെ അവനെ സ്തുതിച്ച് പറയാൻ തുടങ്ങി. ഹി ടോൾഡ് ദ ക്രോ, യു ആർ സച്ച് എ പ്രിറ്റി ആൻഡ് ക്ലവർ ബേർഡ്. നീ സുന്ദരിയാണ്, അല്ലെങ്കിൽ നീ സുന്ദരനാണ്, വളരെ ബുദ്ധിയുള്ളതാണ്. ഇഫ് ഓൺലി യു കുഡ് സിങ് വെരി ബ്യൂട്ടിഫുള്ളി. അപ്പോൾ നിനക്ക് നല്ലതുപോലെ ഇനി സൗന്ദര്യമുണ്ട്, പക്ഷെ അതുപോലെ പാടാൻ നിനക്ക് കഴിയുമായിരുന്നെങ്കിൽ. Now the crow was very proud. അപ്പോൾ ഇങ്ങനെ പ്രൈസ് ചെയ്തപ്പോൾ ഒത്തിരി അഭിമാനം തോന്നി, അഹങ്കാരം തോന്നി. He wanted to show the fox that he could sing very well. നല്ലതുപോലെ പാടാൻ കഴിയുമെന്ന് ഈ ഫോക്സിന് മനസ്സിലാക്കി കൊടുക്കാൻ അവൻ തീരുമാനിച്ചു. So he opened his mouth to sing. പാടാനായിട്ട് അവൻ്റെ വായ തുറന്നു. And love means നമ്മൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പറയുന്ന ഒരു വാക്യാണ്. ശ്രദ്ധിക്കുക. The piece of cheese fell to the ground. അത് താഴേക്ക് ചീസ് വീഴുന്നു. The fox laughed at the crow and picked up the cheese and ate it hungrily. അപ്പോൾ ആ ചീസ് പെട്ടെന്ന് എടുത്ത് ഈ ഫോക്സ് കഴിക്കുകയാണ്. Too late the crow realized that one should not be vain. Vanity, പൊങ്ങച്ചം ഉണ്ടാകരുത്. ആർക്കും ഒരു പൊങ്ങച്ചം പാടില്ല, പൊങ്ങച്ചം കാണിക്കാൻ പാടില്ല. അതാണ് കാക്കയ്ക്ക് മനസ്സിലായ ഒരു ഗുണപാഠം. So activity 7, look at the cartoons, fill in the bubbles and frame a story. അപ്പോൾ അത് ബബിൾസ് ഫില്ല് ചെയ്ത് അതിനെ ഒരു സ്റ്റോറിയാക്കി മാറ്റുക, ഫുൾ സ്റ്റോറിയാക്കി മാറ്റുക. The beginning of the story is given. അപ്പോൾ സ്റ്റോറിയുടെ ബിഗിനിങ് തന്നിട്ടുണ്ട്. Long ago a lion lived in a forest. ഒരു കാട്ടിൽ ഒരു സിംഹം താമസിച്ചിരുന്നു. One day he felt very tired and fell asleep. ഒരു ദിവസം അവന് ടയേർഡായി, ക്ഷീണിച്ചു, ഉറക്കത്തിലോട്ട് വഴുതി വീണു. A mouse came there and started disturbing the lion. അപ്പോൾ അവിടെ ഒരു എലി വന്നിട്ട് ഇവനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് തുടങ്ങി. I will kill you little creature. അപ്പം ചെറിയ കൃമിയെ, ചെറിയ കീടമേ, ഞാൻ നിന്നെ കൊല്ലും. Pardon, O king. If you spare my life, I will surely repay your kindness. നീ എൻ്റെ ജീവൻ വെറുതെ വിട്ടു കഴിഞ്ഞാൽ നിനക്ക് തിരിച്ച് ഞാൻ പകരം നിനക്ക് ആ ഒരു സ്നേഹം തിരിച്ചു തരാം, ഒരു പ്രത്യുപകാരം ചെയ്യാം എന്ന് എലി പറയുകയാണ്. താങ്ക് ഗോഡ് ഐ ആം സ്പെയർഡ്. അപ്പം ദൈവത്തിന് നന്ദി പറയുന്നു. ആരാണ്? എലി നന്ദി പറയുകയാണ്. എന്നെ വെറുതെ വിട്ടതിന് ദൈവത്തിന് നന്ദി. സിംഹം വെറുതെ ദയ തോന്നി അവനെ വെറുതെ വിടുകയാണ്. ഹേയ്, ഡോണ്ട് ഫർഗെറ്റ് യുവർ പ്രോമിസ്. നിൻ്റെ പ്രോമിസ് മറക്കരുത്. അത് സിംഹം എലിയെ ഓർമ്മിപ്പിക്കുന്നു. ഡേയ്സ് പാസ്റ്റ്. വൺ ഡേ ദ ലയൺ ഫെൽ ഇൻ ടു എ ട്രാപ്പ്. ഹി കോൾഡ് ഔട്ട് ഫോർ ഹെൽപ്പ്. ഒരിക്കൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ലയൺ ഒരു ട്രാപ്പിൽ, കെണിയിൽപ്പെടുകയാണ്. അവൻ ഉച്ചത്തിൽ സഹായത്തിന് വേണ്ടി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. The mouse who was scampering about heard the lion's cry. അപ്പം അങ്ങോട്ടേക്കിട്ട് ഓടി നടന്ന ഈ മൗസിന് അവൻ്റെ കരച്ചിൽ കേൾക്കാനായിട്ട് സാധിച്ചു. Don't worry my lord, I will cut the net with my teeth and set you free. പേടിക്കേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട, ഞാൻ എൻ്റെ പല്ലുകൊണ്ട് ഈ ഒരു നെറ്റ് കട്ട് ചെയ്ത് നിന്നെ സ്വതന്ത്രനാക്കാം. The mouse set the lion free by gnawing the net with his teeth. അപ്പം പല്ലുകൊണ്ട് വല കടിച്ചു മുറിച്ച് എലി ലയനെ, സിംഹത്തെ രക്ഷിച്ചു. The lion was very thankful to the mouse. ലയന് സിംഹത്തിന് അവനോട് ഭയങ്കര നന്ദി തോന്നി. So the activities are complete.
So we shall wind up the session. So try to subscribe the channel for more videos. Thank you.